ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈദ് ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ രാത്രിയാണ് പോകുന്നത്, കാരണം നോമ്പായത്, നോമ്പൊക്കെ തുറന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുഞ്ഞിനെ നേരത്തെ കറിക്കേറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും പോകണം. അപ്പോൾ നമ്മൾ ഡ്രസ്സ് വള്ളിയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാറിൽ കയറി. പിന്നെ എപ്പോഴത്തെയും പോലെ ഏത് ഡ്രസ്സ് എടുക്കുന്നതായിരുന്നു പിന്നെ ആലോചിച്ചതും. പിന്നെ നമ്മൾ ഡ്രസ്സ് വേൾഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാറുള്ളത്. അപ്പോൾ കാർ പാർക്കിംഗ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മഴയുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒതുങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒത്തിരി നേരത്തെ നമ്മൾ ഈദ് ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഡെയിലി വെയേഴ്സൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ അടുത്താഴ്ച വരാമെന്ന് വാപ്പ പറഞ്ഞു. അപ്പോൾ ഈ ആഴ്ച നമുക്ക് ഈ ഒരു വ്ളോഗ്. അപ്പോൾ നമ്മളിതാ കാർ പാർക്കിംഗ് നടന്ന് പോകണം. മഴ ചെറുതായിട്ട് പാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയും കുഞ്ഞാനെയൊക്കെ ഓരോന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഉമ്മക്ക് ചെരുപ്പ് വേണം പറഞ്ഞപ്പോൾ ചെരുപ്പ് കടയിൽ വാപ്പ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരാനും. അപ്പോൾ ഞങ്ങൾ പിന്നെ ഡ്രസ്സ് തന്നെ ആരും എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഡ്രസ്സുകളുടെ ഫ്രണ്ടിൽ അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വെച്ചാൽ എന്തുകൊണ്ടായിരുന്നു ഫ്രണ്ട്സ് കാണാനും. അപ്പോൾ അത് നമ്മൾ മേഖല കയറി പോവുകയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് അത്ര തിരക്കില്ലായിരുന്നു. അപ്പോൾ നമ്മളിതാ ലിഫ്റ്റിലാട്ടോ മേലേക്ക് പോയത്, സെക്കൻഡ് ഫ്ലോറിൽ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം എപ്പോഴും എനിക്കാണ് ഇത്തിരി ഡ്രസ്സ് കിട്ടാൻ ഇത്തിരി കഷ്ടം. അപ്പോൾ എനിക്ക് ഓരോന്നും ഇഷ്ടമല്ല അതങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിതാ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2 ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് നോക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞാൻ അതിൻ്റെ വെളിയിൽ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ ട്രയൽ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് എടുത്തു, കാരണം എപ്പോഴും എനിക്കാണ് കിട്ടാണ്ടാവുക ശരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തതിലും. അപ്പോൾ ഞാൻ ഇട്ടിട്ട് നോക്കിയത്. അപ്പോൾ കുഞ്ഞാനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എൻ്റെ അടുത്ത് മാറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ്. അപ്പോൾ കുഞ്ഞാനെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ വെളിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ വെളിയിലാക്കിയിട്ട് പിന്നെയും ഡ്രസ്സ് മാറ്റാൻ പോയി. അപ്പോൾ അതിന് ഞാൻ 2 ഡ്രസ്സായിരുന്നു എടുത്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഈ ഡ്രസ്സായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാനിക്ക് ജീൻസ് എടുത്തിട്ട് ഉമ്മാക്ക് ചുരിദാർ എടുക്കാൻ വേണ്ടി 3rd ഫ്ലോറിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ചുരിദാർ എടുക്കുന്നതാണ് അടുത്തത്. അപ്പോൾ എനിക്കും ഒരു മെറൂൺ പോലത്തെ ഒരു കളർ എടുത്തു. പിന്നെ കുഞ്ഞാനിക്ക് ബ്ലൂ കളർ ജീൻസും. അപ്പോൾ ഉമ്മാക്ക് ഞങ്ങൾക്ക് മാച്ചായ പോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ഇതിൽ കുറേ ചുരിദാർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ചുരിദാർ ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു റെഡ് കളറും ഒരു മെറൂൺ കളറും. അപ്പോൾ അതിൽ ഏതാ വേണ്ടതെന്നൊക്കെ നോക്കിയപ്പോൾ ഒരു മെറൂൺ കളർ ചുരിദാറാണ് ഉമ്മാക്ക് എടുത്തത്. പിന്നെ നമ്മൾ താഴേക്ക് പോകണം വാപ്പാക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഡ്രസ്സിന് മാച്ചായ ഷോളും വാങ്ങാൻ വേണ്ടിയിട്ട് താഴേക്കാണ്, ഏറ്റവും താഴത്തെ ഫ്ലോറിൽ. അപ്പോൾ കുഞ്ഞാനാണെങ്കിൽ സ്റ്റെപ്പിൽ ചാടി നടക്കുമായിരുന്നു. മെല്ലെ സൗണ്ട് ഉണ്ടാക്കാണ്ട് നടക്കടാ പറഞ്ഞപ്പോൾ കേൾക്കണില്ല. പറഞ്ഞപ്പോൾ മുന്നേ ഒരുപാട് കൂടി സൗണ്ട് ഉണ്ടാക്കി നടക്കുകയായിരുന്നു. പിന്നെ മിണ്ടാണ്ടിരുന്നപ്പോൾ അവൻ തന്നെ ശരിയായി. അപ്പോൾ അടുത്തത് വാപ്പാക്കും അതേപോലെ കളറിൽ എടുക്കുമ്പോൾ കളറിന് മാച്ചായിട്ട് എടുക്കാമെന്ന് വിചാരിക്കണത്. പക്ഷേ കിട്ടുമോയെന്ന് അറിയില്ല കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ വേഗം താഴെ ഇറങ്ങിപ്പോയി. പക്ഷേ കുഞ്ഞാനും ഉമ്മയും വാപ്പയും എല്ലാം നടന്നു വരുമായിരുന്നു. അപ്പോൾ ഏറ്റവും താഴെയായിരുന്നു ഷർട്ടും ഷോളൊക്കെ ഉണ്ടാവുക. അപ്പോൾ വാപ്പാക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ഉമ്മാക്കും വാപ്പാക്കും ഇപ്രാവശ്യത്തിൽ ലേറ്റായിട്ട് ഡ്രസ്സ് എടുത്തത്. ബാക്കി എനിക്കും കുഞ്ഞാനിക്കാണെങ്കിൽ നേരത്തെ കിട്ടുകയും ചെയ്തു. അപ്പോൾ വാപ്പാക്ക് ഇവിടെ ഷർട്ട് നോക്കുകയാണ്. എല്ലാ ഷർട്ടും എടുത്തത് മെറൂൺ കളറിലായിരുന്നു ഉമ്മാക്ക് മാച്ചായിട്ട്. പക്ഷെ വാപ്പാക്ക് മെറൂൺ കളർ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഒരു പച്ച കളർ ഷർട്ട് പോലത്തെ എടുത്തു, പച്ച കളർ. അപ്പോൾ അതെടുത്തത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഒന്നിൽ പോക്കറ്റ്സ് ഇല്ല, പിന്നെ ഒന്നിൽ ബട്ടനാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പച്ച തന്നെ എടുത്തത്. എല്ലാവർക്കും അപ്പോൾ വേറെ വേറെ കളറായി അവസാനം ഒരേപോലെ എടുക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ ടോപ്പിന് എല്ലാവരുടെ ഡ്രസ്സും മാച്ചാണ്, കാരണം എൻ്റെ റെയിൻബോ കളർ പോലെ കുറേ കളേഴ്സ് ഉണ്ട് ഫ്രണ്ട്സ്. അതുകൊണ്ട് എല്ലാവരുടെയും മാച്ച് ഉണ്ട്. അപ്പോൾ ഏത് ഷർട്ട് കളർ എടുക്കേണ്ടതെന്നൊന്നും അറിയുന്നില്ല. കൺഫ്യൂഷൻ നിൽക്കുമ്പോഴാണ് ലാസ്റ്റ് നമ്മൾ പച്ച കളർ എടുത്തത് കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, അത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു കടയിൽ. അതുകൊണ്ട് നമുക്ക് അടിയിലടിയിൽ പച്ചണ പോലെ വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എന്തായാലും വാങ്ങിയ ഡ്രസ്സൊക്കെ പെരുന്നാളിന് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ബൈ.